മുൻകൂർ ജാമ്യം തേടി സംവിധായകൻ വി.കെ. പ്രകാശ് ഹൈക്കോടതിയിൽ പീഡന പരാതി നൽകിയ യുവതി ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെന്ന് ഹർജിയിൽ. വിവരങ്ങളുമായി ഇപ്പോൾ എബി ചേരുന്നുണ്ട്. എബി, ഇപ്പോൾ സംവിധായകൻ വി.കെ. പ്രകാശ് കൂടി ഇപ്പോൾ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നൽകി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. അതേസമയം തന്നെ പീഡന പരാതി നൽകിയ യുവതി ഹണി ട്രാപ്പ് കേസിലെ പ്രതി എന്നുള്ളൊരു ആരോപണം കൂടി ഹർജിയിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഹരിത ഈ ഹരിത ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ആരോപണം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ഘട്ടത്തിലാണ്, അതായത് നിരവധിയായിട്ടുള്ള പ്രമുഖർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരവധി നടിമാർ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് വി.കെ. പ്രകാശിനെതിരെയും ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതൊരു യുവ തിരക്കഥാകൃത്താണ് ഇത്തരത്തിലൊരു പരാതി ഈ വി.കെ. പ്രകാശിനെതിരെ ഉന്നയിച്ചത്. ഈ വി.കെ. പ്രകാശ് തന്നെ സിനിമയുടെ കഥ പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുമായി ബന്ധപ്പെട്ട വീട്ടിലേക്ക് വിളിക്കുന്നു, അവിടെ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു ഉപദ്രവിച്ചു എന്നുള്ളൊരു പരാതിയാണ് ഇവരുടെ ഭാഗത്തുനിന്നും ആ ഘട്ടത്തിൽ ഉയർന്നു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പരാതി നൽകുകയും ചെയ്തിരുന്നു. വി.കെ. പ്രകാശിനെതിരെ അത്തരത്തിലൊരു പരാതി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഗുരുതരമായിട്ടുള്ളൊരു പരാതിയായിട്ട് തന്നെ കണക്കാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ താൻ വിധേയനാകും എന്നുള്ള ഒരു കാര്യം ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ വി.കെ. പ്രകാശ് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. ഇന്നാണ് വി.കെ. പ്രകാശ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച മറ്റ് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ ജാമ്യ ഹർജിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ പരാതിക്കാരിയായിട്ടുള്ള ആളുടെ മുൻപ് അവരുടെ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള കേസുകളിൽ ഇവർ പ്രതിയാണ്. ആ നിലയ്ക്ക് ഈ പണം തട്ടുക എന്നുള്ള ഒരു നിലയ്ക്കാണ് തന്നെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വനിത അവർ ഹണി ട്രാപ്പ് കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി DGPക്ക് ഒപ്പം തന്നെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അന്വേഷിക്കുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ അന്വേഷണ സംഘത്തിനും പരാതി ഈ വി.കെ. പ്രകാശ് നൽകിയിട്ടുണ്ട്. അഭിഭാഷകനായിട്ടുള്ള ബാബു SR വഴിയാണ് ഹർജി ഹൈക്കോടതിയിൽ ഇദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു ഈ യുവതി പരാതി നൽകിയിരുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതിൽ ഒരു തരത്തിൽ നിയമ നടപടിയിലേക്ക് ഒരുപക്ഷെ പോയേക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ സാധ്യത അതിനെതിരായിട്ടാണ് ഇപ്പോൾ ഒരു ഹർജി ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയാണ് വി.കെ. പ്രകാശ് നൽകിയിരിക്കുന്നത്. ഈ പരാതി നൽകിയിട്ടുള്ള യുവതി നേരത്തെ ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അത്തരത്തിലൊരു കേസുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസും അല്ലെങ്കിൽ ഈ ആരോപണവും ആ നിലയിൽ തന്നെ പരിശോധിക്കണം, ആ നിലയിൽ തന്നെ പരിഗണിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഹർജിയിൽ ആവശ്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശരി എബി.